ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം കടലക്കറിയാണ്. കടലതേ ഉമ്മിച്ചിയുടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കടലക്കറി ഇവിടെ വെക്കുന്നത് വറുത്തരച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ചീനച്ചട്ടി ചൂടായി വന്നപ്പോ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നന്നായി വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കുന്നതിനോടൊപ്പം തന്നെ അപ്പം കൂടിയും ചുട്ടെടുക്കാൻ ഓർത്ത് പാൻ എടുത്ത് ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചതാണ്. അപ്പോഴേക്കും എന്റെ കുഞ്ഞു പെണ്ണ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഹംന എഴുന്നേറ്റ് വരുമ്പോ തന്നെ അവളൊന്ന് പുഞ്ഞാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളുടെ മൂഡ് ചേഞ്ച് ആവും. കൂട്ടത്തില് തേങ്ങയും കൂടി ഒന്ന് കരിയാതെ നോക്കണമല്ലോ. അപ്പൊ അതും കൂടി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചു നേരം പുഞ്ഞാരിച്ചിട്ട് ഹംനാനെ സേഫ് ആക്കി ഇതേ കൗണ്ടർ ടോപ്പിന്റെ സൈഡിലോട്ട് ഇരുത്തിയിട്ടുണ്ട്. ഉമ്മിച്ചി അപ്പോഴേക്കും വന്നിട്ട് വെള്ളയപ്പം ചുടുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ തേങ്ങ വറുത്തെടുക്കുന്നത്. അതിനിടയിലുള്ള സമയത്തിൽ ഞാൻ തക്കാളിയും അതുപോലെ കറിവേപ്പിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ തക്കാളിയുടെ തൊണ്ടും കൂടി കളയാറുണ്ട് കേട്ടോ. ഹയാസിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് കേട്ടോ കലവറ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഹയാസിന് മിഡ് ടൈം എക്സാം നടക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴേക്കും ആശാൻ തിരിച്ച് വീട്ടിലെത്തും. അവൻ ഇന്ന് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോയത് ഈ ഒരു കപ്പ് കേക്ക് ആയിരുന്നു കേട്ടോ. അതിന്റെ ബാലൻസ് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഹംനാക്ക് അതപ്പം തന്നെ വേണം. കപ്പ് കേക്കിന്റെ ഈ ഒരു തൊലി ഉണ്ടല്ലോ, അതിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒലിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് അപാരാണ്. എന്തായാലും സാറ്റിസ്ഫാക്ഷൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് കടലക്കറിയിലേക്ക് തിരിച്ചു വരാം. ചീനച്ചട്ടി ചൂടായപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അരിഞ്ഞു വെച്ച തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഉമ്മിയുടെയും മോളുടെയും കൂടി റൊമാൻസ് നടക്കുന്നുണ്ട്. തക്കാളി അടി പിടിക്കാതെ തേങ്ങ വറുത്തരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നമ്മുടെ വേവിച്ച് വെച്ച കടലയും കൂടി ഇട്ട കടലക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ അടുക്കളയിൽ കയറിയാൽ പാത്രം പരത്തുക എന്നുള്ളത് എല്ലാവരും ഒരു സ്ഥിരം കലാപരിപാടിയാണല്ലോ. പാത്രം കഴുകുന്ന ഒരു മെഷീൻ വാങ്ങിക്കുന്നതിനെ പറ്റി ഞാൻ കാര്യമായി ഇക്കാക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസ്കഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഇക്കാക്ക പറയുന്നത് ഞാൻ തന്നെ ഉണ്ടല്ലോ, ഇനിയിപ്പോ വേറൊരാളുടെ ആവശ്യമില്ല എന്നാണ് പാത്രം കഴുകാനായിട്ട്. എന്തായാലും പാത്രം കഴുകി വന്ന പിന്നാലെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. വെള്ളയപ്പം കടലക്കറിയും കട്ടൻ ചായയും കൂടെ തന്നെ കപ്പങ്ങ കട്ട് ചെയ്തതുണ്ട് കേട്ടോ. കപ്പങ്ങനെ പല നാട്ടിലും പല പേരല്ലേ. നിങ്ങളുടെ അവിടെ എന്താ പറയണേന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.